എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് 8ാം ക്ലാസ്സിൻ്റെ സാമൂഹ്യശാസ്ത്രം ക്ലാസ്സാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ബംഗാളിൻ്റെ ഭരണം പിടിച്ചെടുത്തത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മറ്റു പ്രദേശങ്ങൾ തങ്ങളുടെ അധീനതയിലാക്കാൻ കൊണ്ടുവരാൻ സഹായകമായി. കാർഷിക സമ്പന്നമായ ബംഗാളിലെ ഭൂനികുതി കൊണ്ട് ബ്രിട്ടീഷുകാർ സൈനിക ശക്തി കൈവരിക്കുകയും ചെയ്തു. അതോടെ 1864 ബക്സാർ യുദ്ധം നടന്നതിൽ ഷാ ആലം രണ്ടാമനെയും ബംഗാളിലെ നവാബായിരുന്ന മിർ ഖാസിമിനെയും ഔദിലെ നവാബായിരുന്ന ഷുജാ ഉദ്ദൗളയെയും പരാജയപ്പെടുത്തി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പരാജയപ്പെടുത്തി. ഈ ഒരു ബക്സാർ യുദ്ധത്തിൽ അവർക്ക് രാഷ്ട്രീയാധിപത്യം ഒന്നുകൂടെ കൈവരിക്കാൻ പറ്റി. പിന്നെ പേജ് നമ്പർ 14, എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ പിടിച്ചെടുക്കാം. ഇന്ന് റോബർട്ട് ക്ലൈവ് പറയാനുള്ള കാരണം എന്താണ്? അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള അനൈക്യം, ബ്രിട്ടീഷുകാരുടെ മെച്ചപ്പെട്ട സൈനിക സാങ്കേതിക വിദ്യ, ഇന്ത്യയിൽ രാഷ്ട്രീയ അധികാരം സ്ഥാപിക്കൽ, സാമ്പത്തിക ചൂഷണം. ഇനി നാട്ടുരാജ്യങ്ങളും കമ്പനിയും. ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കീഴ്പ്പെടുത്തിയത് എങ്ങനെയാണ്? യുദ്ധങ്ങളിലൂടെ, നിയന്ത്രണങ്ങളിലൂടെയാണ്. ഇന്ത്യയിലെ രാജാക്കന്മാർക്ക് തമ്മിൽ ഐക്യം ഇല്ലായിരുന്നു. അതേപോലെ അടുത്തത് മൈസൂരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നടന്ന യുദ്ധങ്ങളാണ് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ. ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. അതേപോലെ മൈസൂർ സേനയെ നയിച്ചത് ഹൈദർ അലിയും മകൻ ടിപ്പു സുൽത്താനുമാണ്. അതേപോലെ 1782 ഹൈദർ അലിയുടെ മരണാനന്തരം ടിപ്പു സുൽത്താൻ മൈസൂർ സേനയെ നയിച്ചു. 1799 4ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ കമ്പനി സൈന്യം ടിപ്പു സുൽത്താനെ വധിച്ചതോടെ മൈസൂർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. അതേപോലെ ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മറാത്ത രാജ്യം തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ. 3ാം ആംഗ്ലോ മറാത്ത യുദ്ധത്തോടെ മറാത്ത ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ബ്രിട്ടീഷ് അധീനതയിൽ ആയി. അതേപോലെ ആംഗ്ലോ സിഖ് യുദ്ധങ്ങൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സിഖുകാരും തമ്മിൽ നടന്ന ആംഗ്ലോ സിഖ് യുദ്ധങ്ങളിലെ സിഖുകാരുടെ പരാജയത്തോടെ പഞ്ചാബ് ബ്രിട്ടീഷ് അധീനതയിലായി. കീഴടക്കിയ പ്രദേശങ്ങളിൽ നിന്നും പരമാവധി സമ്പത്ത് കൈക്കലാക്കുക ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. അതിനായി അവർ സ്വീകരിച്ച മാർഗങ്ങളാണ് കച്ചവടം, നികുതി പിരിവ്, യുദ്ധങ്ങൾ തുടങ്ങിയത്. അപ്പോൾ ഇവർ പിടിച്ചടക്കിയ സ്ഥലങ്ങളിലെ സമ്പത്തും എല്ലാം ഇവർ കൊള്ളയടിച്ചു. അതെല്ലാം ഇവർ എടുത്തുകൊണ്ട് പോയില്ലേ. നമ്മളെ ഇന്ത്യയുടെ സമ്പത്തൊക്കെ അവർ കൈക്കലാക്കി. അതേപോലെ അടുത്തതാണ് ഇനി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി നയങ്ങൾ. ശാശ്വത ഭൂനികുതി ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ സ്ഥലങ്ങളിലാണ് നടപ്പിലാക്കിയത്. ഇത് കോൺവാലിസ് പ്രഭുവാണ് കൊണ്ടുവന്നത്. അതേപോലെ റൈറ്റ് വാരി സമ്പ്രദായം ദക്ഷിണേന്ത്യ, ഡെക്കാൻ. തോമസ് മാൻറോ ആൻഡ് അലക്സാണ്ടർ റീഡ് എന്നിവരാണ് ഈ ഒരു നയം കൊണ്ടുവന്നത്. ദക്ഷിണേന്ത്യയിലും ഡെക്കാനിലുമാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. അതേപോലെ മഹൽവാരി സമ്പ്രദായം ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ് എന്നീ സ്ഥലങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് കൊണ്ടുവന്ന രാജാവ് ഹോൾട്ട് മെക്കൻസിയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. നമ്മളുടെ വീഡിയോ ഉപകാരപ്രദമായാൽ കമൻറ്റ് ചെയ്യുക. പാർട്ട് 4 വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്തുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് വേണ്ടത് എന്നും കൂടി കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിനെ പറ്റിയെല്ലാമുള്ള വിശദമായ മറ്റൊരു വീഡിയോ നമ്മൾ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ചാന്ദ്രദിന ക്വിസ് വീഡിയോ ഇന്നലെ പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, സോറി. ഇന്ന് കഴിയുകയാണെങ്കിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.